ഹായ് മിഥിലാജാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. നിങ്ങൾ കാണാൻ പറ്റും. കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ 2 ദിവസമായിട്ട് പോയിട്ടില്ല. ഹർത്താലിൻ്റെ അന്ന് വന്നതാണ്. 2 ദിവസം ഇവിടെ സ്റ്റേ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് നേരെ കണ്ണൂരേക്കാണ്. കണ്ണൂർ വടകര കണ്ണൂരേക്കാണ് നമ്മൾ ഇന്ന് ഏകദേശം എത്തുക. വടകര ആയിരിക്കും. അപ്പോൾ 40 സംതിങ് കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു 50 കിലോമീറ്റർ വെച്ച് പിടിക്കാനാണ് വിചാരിക്കുന്നത്. ടോട്ടൽ കാസർഗോഡേക്ക് ബേക്കൽ ഫോർട്ട് വരെ കേട്ടോ നമ്മൾ പോണ്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോരും. കാസർഗോഡ് കയറി ബേക്കൽ ഫോർട്ടൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരും. 3 ദിവസം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ തിരുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഏതായാലും നമ്മളെ വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇന്നലെയൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി ഫുള്ള് ഈ എന്താ പറയുക മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയതുകൊണ്ട് നല്ലോണം ഈ സാധനങ്ങൾ വന്ന് ഇല വീണ് കിട്ടും. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. സമയം ഏകദേശം 8 മണി ആവാറായിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ചെറിയൊരു ചായയൊക്കെ കുടിച്ച് ആ ഒരു കടയിൽ നിന്ന് നമ്മളറിയുന്ന ഒരാളെ കട കേട്ടോ. ഇവിടെ ഒരുവിധം ആൾക്കാരൊക്കെ ഞാൻ അറിയും. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ദിവസം നിന്നതുകൊണ്ടേ 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിൻ്റെ അടുത്തായി ഉണ്ടാവും കേട്ടോ. ഇമ്മളൊക്കെ ഒരു സാധനം പൊടിയൊക്കെ എവിടുന്നെങ്കിലും നല്ല വെള്ളം എടുത്തിട്ട് കഴുകണം, നല്ല സെറ്റാവുള്ളൂ. ഇതിൻ്റെ വെള്ളം അങ്ങനെ ഏതായാലും വണ്ടി ക്ലീനാക്കി സെറ്റായി. ഫുള്ള് ഇലയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇനി നമ്മൾ നേരെ കണ്ണൂരേക്കാട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം. അപ്പോൾ ഗായ്സ് ഇപ്പം നമ്മളുള്ളത് എലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. എലത്തൂരാണ് ഈ കാണുന്നത്. ഈ സൈഡ് ബീച്ചാണ് വരുന്നത്. ഈ സൈഡ് മുഴുവൻ ബീച്ചാണ്. അതേപോലെ തന്നെ കോരാപ്പുഴ എന്ന് പറഞ്ഞ പാലാണ് ആ കാണുന്നത് കേട്ടോ. കോരപ്പുഴ പാലം ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ആ പാലത്തിലൂടെയാണ് ഇനി നമുക്ക് മുൻപോട്ട് പോകേണ്ടത്. അപ്പോൾ നേരെ പോയാൽ നമുക്ക് വടകര തിക്കോടി ആ റൂട്ട് കയറാൻ പറ്റും. ഇത് ഹൈവേ അല്ല, കണ്ണൂർ റോഡാണ്. ഹൈവേ വരുന്നത് അപ്പുറത്തെ ഭാഗത്തൂടെയാണ്. അതുവഴി വേറൊരു ഭാഗം ഹൈവേ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. തിരിച്ചു വന്നപ്പോ അവിടെ പോയി തിരിച്ചു വന്ന കണ്ടപ്പോ തിരിച്ചു വന്ന അടിപൊളി. എന്താ പേര്? നന്ദു. എന്താ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നി ആരോ ഒന്ന് വിളിച്ചോണം. ഞാന് കണ്ണൂരേക്കാ. കണ്ണൂര് നേരെ വടകര നിർത്തണം. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ആയിക്കോട്ടെ, എന്നാ പോയി കാണാം. അപ്പോൾ ഏതായാലും ഗൈസ് നമ്മളെ കാണാൻ വന്നേ 2 ആൾക്കാരാണ്. അവർ അവിടേക്ക് പോയിട്ട് തിരിച്ച് വന്നതാട്ടോ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഏതായാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട്. 9:29 കേട്ടോ. 9:29 ആയിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ ഇനി നേരെ നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടിക്ക് പോകുന്ന വഴിയാണ്. നല്ല തിരക്കാട്ടോ റോഡ് മേൽ. കൊയിലാണ്ടിക്ക് പോകുന്ന വഴിയാണ്.
അപ്പോൾ വണ്ടി നല്ല ചോലുള്ളതായിട്ട് സൈഡാക്കിയതാ. കാരണം ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ എന്തേത്തും മോശം അറിയും, കൂതി മാറിയിരിക്കും, ഊപ്പാട് ഇളകും. ഇത് കൊയിലാണ്ടിക്ക് പോകുന്ന റോഡ്, കൊല്ലം വടകര പോകുന്ന റോഡാട്ടോ. അപ്പോൾ 20 കിലോമീറ്റർ നമ്മൾ ഈ സമയം കൊണ്ട് ഓടിയിട്ടുണ്ട്. ചേമഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അത്, ചേമഞ്ചേരി റെയിൽവേ ട്രാക്കാണ്. അങ്ങനെയുണ്ട്, റെയിൽവേ ട്രാക്കാണ്. നല്ല അടിപൊളി വൈബ് ലൊക്കേഷൻ. അവിടെ ഇരിക്കാൻ പറ്റും, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമ്മളെ വണ്ടി അവിടെ കാണാം. പേരൊക്കെ പറഞ്ഞോളി, അടിക്കേ പേര് പറ. എൻ്റെ പേര് ധ്യാൻദേവ്. എൻ്റെ പേര് അദ്വൈത്. എൻ്റെ പേര് അശ്വന്ത്. എൻ്റെ പേര് ശ്രീദേവ്. പഠിക്കണ്ടോ? എൻ്റെ പേര് രാജിത്ത്. പഠിക്കുക ഇവിടെ തന്നെ അല്ലേ? ബോയ്സിൽ. ഇത് ആദ്യമായിട്ട് കാണാം, ആദ്യമായിട്ട് കാണാം സൈക്കിൾ ക്യാബർ, അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണല്ലോ? ഓക്കെ. അപ്പോൾ ഏതായാലും അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റപ്പ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഏതായാലും വീഡിയോ കാണണം, അതുപോലെ തന്നെ പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ പോട്ടെ. പോട്ടറാ. അപ്പോൾ ഗൈസ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊയിലാണ്ടി കഴിഞ്ഞ് കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാറപ്പള്ളിയൊക്കെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫേമസ് ആണ്. നേരെ പോയാൽ നമുക്ക് വടകരക്കാണ്. അപ്പോൾ 18 കിലോമീറ്റർ ഇനി ഏകദേശം ഉണ്ട് വടകര വരെ. അവിടെ വരെ റോഡ് മോശമാണെന്നാണ് പറയുന്നത്. ഞാനിതാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട്, നല്ല വെയിലാണ്, റെസ്റ്റ് എടുക്കട്ടെ. റോഡ് മോശമാണ് ഗൈസ്, സീനാണ് ഗൈസ്. വലിയ കുണ്ടും കുയ്യൊക്കെ വരുന്നത്. അതിലൊക്കെ വീണാലേ വണ്ടി പണിയായി പോകും നമ്മളും. അപ്പോൾ ഞാൻ മുന്നോട്ട് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. ഇതാണ് നന്ദി ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ, ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ്. ബൈപ്പാസിൻ്റെ റോഡ് പണി നടക്കുന്ന സമയം കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, വീടുകളൊക്കെ, ഒരുപാട് വീടുകളൊക്കെ പോകും തോന്നുന്നുണ്ട്. അതേപോലെ ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ തിരുവനന്തപുരം പോയിട്ട് ഇത്രയും മോശമുള്ള റോഡ് ഞാൻ കണ്ടില്ല. കാരണം ഇങ്ങോട്ടൊക്കെ വരുന്ന വഴി വലിയ കുഴിയാണ്. ഇന്നത്തെ വീഡിയോയിൽ റോഡിന് തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. അത്രയും സീനുള്ള റോഡാണ്. സമയം ഏകദേശം 3:45 കഴിഞ്ഞ് 4 മണിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓടിച്ചിട്ട് ഊപ്പാടെടുക്കുക, കാരണം അത്രയും പാട് വെട്ടുക. ഇന്നൊരു 30 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി. എന്നെങ്കിലും ഇനിയൊരു 20 കിലോമീറ്റർ കവർ ചെയ്യണം, എന്നാലേ നമ്മൾ വിചാരിച്ചൊരു ലൊക്കേഷനിലെത്താൻ പറ്റും. അത്രയും സീനാണ് ഗൈസ്. ഏതായാലും മുന്നോട്ട് പോയി നോക്കാം. അന്ന് റൈഡിങ് എടുത്തില്ല, കാരണം ആദ്യം ക്യാമറ ഒന്നും നിൽക്കുന്നില്ല വെച്ചിട്ടേ. അതാണ് ഞാൻ അങ്ങനെ റൈഡിങ് വീഡിയോ കാണിക്കാത്തത്. ഏതായാലും നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കട്ടോ. അപ്പം നേരെ പോട്ടെ. ഇന്ന് നമ്മൾ എത്തിയത് അയിനിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഒരു പള്ളിയാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള പള്ളിയിലുള്ള ഉസ്താദിനോടും ഒക്കെ നമ്മൾ ചോദിച്ചു. അതുപോലെ തന്നെ ഇതൊരു മദ്രസാണ്. ഇതിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത്. ഏതായാലും ഇനി നമുക്ക് വടകരക്ക് എത്താനായിരുന്നു ഇന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്ന് വടകര എത്തുന്ന പോലല്ല, വടകര എത്തുന്ന രീതിയിലല്ല ഇന്നത്തെ നമ്മളെ പോക്ക്. കാരണം ഒരു 40 കിലോമീറ്റർ ഓടി ഉണ്ടാവും, അത്ര ഉണ്ടാവും. മാക്സിമം ഒരു 50 കിലോമീറ്റർ പിടിക്കാനായിരുന്നു വിചാരിച്ചത്. ഇത്ര ഓടിയപ്പോൾക്ക് തന്നെ ഏകദേശം കുഴങ്ങി. മാത്രമല്ല റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്.
ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് മെല്ലെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വലിയ വലിയ വണ്ടികൾ ഉള്ളതുകൊണ്ട് മെല്ലെ പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യാത്ര കാസർഗോഡ് ബേക്കൽ നമ്മൾ അവസാനിപ്പിക്കും. നമുക്ക് കാസർഗോഡ് കയറി ബേക്കൽ ഫോർട്ട് ഒന്ന് കണ്ട് അവിടുന്ന് നമ്മൾ യാത്ര ഇങ്ങോട്ട് തിരിക്കും, നേരെ നാട്ടിലോട്ട് പോകും. പിന്നെ അപ്പോൾ ഏതായാലും ഇനി 120 കിലോമീറ്റർ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ. അത് നമുക്ക് 2 ദിവസം കൊണ്ട് കവർ ചെയ്യാം. ഓക്കെ, അത് ഏതായാലും നമ്മൾ അടുത്ത ഞായറാഴ്ച ആകുമ്പോഴേക്കും നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് വിചാരിക്കാം. റോഡിൻ്റെ അവസ്ഥ പോലെ കേട്ടോ. പിന്നെ ശരിക്കും ഞാനൊരു 60 കിലോമീറ്ററിൻ്റെ മുകളിൽ പിടിക്കേണ്ടതാണ്. നല്ല ഹൈവേ കിട്ടാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കണ്ടൻറ്റാണ്, വലിയൊരു കണ്ടൻറ്റൊന്നുമല്ല. ക്യാമ്പിങ്ങൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നടന്നിട്ടില്ല. ഏതായാലും നല്ല ക്യാമ്പിങ്ങൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം. നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇന്നത്തെ ദിവസത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 1-2 ആൾക്കാർ മാത്രമേ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ആൾക്കാർ അങ്ങനൊന്നും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയാണ് അവിടുന്ന് ഇങ്ങോട്ട്. അതെന്താണോ എനിക്കറിയില്ല. കാരണം ഏതായാലും നമുക്ക് ഇനി കണ്ണൂർ കാസർഗോഡ് ആണുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ കാണാം.